ഓക്കസ്താദ് ഒരാളോട് സൗദിയിലേക്ക് വിസിറ്റിന് പോയ ഒരാളുടെ കഥ, ആ അനുഭവ കഥയാ പറയണ കേട്ടോ. ഇയാള് പോകുമ്പോ ഓക്കസ്താദ് പറഞ്ഞിരുന്നു, നിങ്ങൾ പോയാല് ഇന്ന സ്ഥലത്ത് അബ്ദുല്ലാഹിൽ ഹദ്ദാദിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കാര്യമായ ആലിമുണ്ട്, അയാളെ കൊണ്ട് ഒരു ഇജാസത്ത് വാങ്ങി ദ്വാരിപ്പിച്ചിട്ട് വേണം തിരിച്ചു വരാൻ. ഈ മനുഷ്യൻ 9 മാസം സൗദിയിൽ നടന്നിട്ട് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്നു. അത് പോരുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് ഇദ്ദേഹം എന്ത് ചെയ്തു, കഅബത്ത് വന്നിഞ്ഞ് ഉദായന്റെ തവാഫും കഴിഞ്ഞ് നാട്ടിൽ പോരേ ഉള്ളൂ ആവശ്യം. അപ്പൊ അവിടെ അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ഒരാളെ കണ്ടുമുട്ടി. ഇങ്ങനെ പരിചയം ഓക്കസ്താദ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, 8-9 മാസം സൗദിയിലാ നിന്നിട്ട് അങ്ങനെ ഒരാളെ കാണാൻ കഴിയാത്ത സങ്കടത്തിലാണ് തിരിച്ചു പോണത് എന്ന സങ്കടം പറഞ്ഞു. എനിക്കറിയാം അയാളെ എനിക്കറിയാം. എവിടെയെന്ന് വെച്ചു, അതൊരു 1500 കിലോമീറ്റർ ദൂരം പോകണമെന്ന് പറഞ്ഞു. അന്നാ പോവാറുണ്ട്. പോയി കുറേ ദൂരം യാത്ര ചെയ്ത് മലയിടുക്കുകളിലൂടെ യാത്ര ചെയ്ത് എത്തിപ്പെട്ടത് ഒരു 8-10 വീടുകളുള്ള ഒരു കുഗ്രാമത്തിന്റെ ഉള്ളിലാണ്. വേറൊന്നും അവിടെ ഇല്ല. അവർക്ക് ആവശ്യമായ ചെറിയ പെട്ടിക്കടകളുണ്ട്. പോണ വഴിക്ക് കാറ് എഴുതി അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ഇവിടുന്ന് പോയാൽ 1000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടേ എണ്ണ കിട്ടുകയുള്ളൂ. വണ്ടിന്റെ ഡിക്കിൽ എണ്ണ, ക്യാനുകളിൽ എണ്ണ, കാറിന്റെ ഒക്കെ ഡിക്കിൽ എണ്ണ അടിച്ചു വെച്ചിട്ടാ പോവാട്ടെ, ക്യാനുകളിൽ എണ്ണ അടിച്ചു വെച്ചിട്ടാ പോവാ ആ സ്ഥലത്തേക്ക്. നജ്റാൻ വിട്ട് കുറെ ദൂരം പോകണം. ദമാമിൽ നിന്ന് റിയാദിൽ നിന്ന് നജ്റാനൊക്കെ കഴിഞ്ഞിട്ട് കുറെ ദൂരം പോകണം. അങ്ങനെ ഈ പണ്ഡിതന്റെ അടുക്കൽ ചെന്നപ്പോ ഇദ്ദേഹം ഇങ്ങനെ കാല് നീട്ടി വളഞ്ഞു കുത്തി നരച്ച് കണ്ണന്റെ പുരികൊക്കെ നരച്ചൊരു വയസ്സൻ ഒരു പണ്ഡിതൻ കട്ടിൽ മേൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കയറി ചെന്നപ്പോൾ 2-3 ആളുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മിന്നൈനാന്തും, നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചു. നഹന മിൻ മലബാർ. പറയേണ്ട താമസം. അത്തഅരിഫ് അശ്ശൈഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ ചോദിക്കുന്നു, സൗദി അറേബ്യയുടെ ഏതോ ഒരു മൂലയിലെ ഒരു കാട്ടിനുള്ളിൽ ഒരു 8-10 വീടുകളുള്ള ഒരു കുഗ്രാമം മലയിടുക്കുകളിലൂടെ ചെന്നിട്ട് ഞങ്ങൾ മലബാറിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അയാൾ ചോദിച്ചത്, മലബാറിലുള്ള ശൈഖ് അബൂബക്കറിന് അറിയുമോ? അല്ലാഹു അയാൾക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്നാ മനുഷ്യൻ വേണം. ഈ വിവരം ചെന്ന് പറയുന്ന രംഗത്താ ഞാൻ ഓക്കസ്താദിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നത്. അയാൾ അത് പറയുമ്പോഴാണ് നമ്മൾ കയറി ചെല്ലണത്. അപ്പോ ഓക്കസ്താദ് ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, പഠിച്ചവനെ, ആ മനുഷ്യൻ എത്ര ആള് ദ്വാരക്കാനുണ്ട്. ദ്വായല്ലേ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ അതൊരു ദ്വായല്ലേ. അങ്ങനെ എത്ര മനുഷ്യന്മാരയാൾക്ക് ദ്വാരക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് കവിൾത്തടത്തിലൂടെ കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ഒറ്റി വീണു. അള്ളാന്റെ ഔലിയാക്കന്മാരെ എത്ര എണ്ണ ദ്വാരക്കണത് എന്നറിയോ? എത്ര എണ്ണാണ് ദ്വാരക്കാൻ. അതൊക്കെ വലിയ സമ്പാദ്യം തന്നെയാണ്. ഈ ആലിമീങ്ങളൊക്കെ വിട്ടിട്ട് അവരൊക്കെ